നമസ്കാരം. എൻ്റെ പേര് രാമൻ എന്നാണ്. ഞാൻ ചാർജ് മോഡ് എന്ന് പറയുന്ന കമ്പനിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കയറിയിട്ട് ആ കമ്പനിയുടെ പേര് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾ അറിയില്ല. നമ്മുടെ പോസ്റ്റയിലൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയ പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ബേസിക്കലി ഞങ്ങൾ ബിൽഡ് ചെയ്തതാണ്. ലൊക്കേഷൻസ് ഒന്നും ഞങ്ങൾ മാത്രം തീരുമാനിച്ചല്ല, KCB കൂടെ തീരുമാനിച്ച് വെച്ചതാണ്. ബാക്കി ടെക്നോളജി, അതിൻ്റെ പിറകിലുള്ള ഓട്ടോമേറ്റഡ് പേയ്മെൻറ്റ് സിസ്റ്റംസ് അതെല്ലാം ഞങ്ങൾ ബിൽഡ് ചെയ്തതാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിലും വേറെ പുറത്തുള്ള ഒരുപാട് പബ്ലിക്, KCB പോലെയുള്ള ഒരുപാട് പബ്ലിക്, പ്രൈവറ്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണ്, ടെക്നോ പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഓഫീസ് ഉള്ളത്. നിങ്ങളുടെ ഒരു തുടങ്ങാനുണ്ടായിരുന്ന സാഹചര്യത്തെ പറ്റിയും മറ്റു ഇതിൻ്റെ മുന്നോട്ടുള്ള പോകുന്ന രീതികളെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ. ഏറ്റവും ആദ്യം DYFI നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ 16-17 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു SFI. അപ്പോൾ ആ ഒരു എന്താ പറയുക, സംഘടന ആ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു നെറ്റ്വർക്കും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഒരു സംഘാടകത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 2019 കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷമാണ് ഒരു സ്ഥാപനം എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവൻ്റോ ആ ഒരു സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ വർക്കുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ ഈ ഊബർ ഡ്രൈവേഴ്സിനെ എങ്ങനെയാണോ വണ്ടികളുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഡ്രൈവേഴ്സിനെ എങ്ങനെയാണോ ഡ്രൈവ് വേണ്ടുന്നവരോട് കണക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഹാർഡ്വെയർ വേണ്ടുന്ന ആൾക്കാരെ, ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിരുന്ന ജോലി. ഞങ്ങളിത് ചെയ്തു വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഓട്ടോ ചേട്ടന്മാർ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഓട്ടോ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോ ചേട്ടൻ ഏകദേശം ഓട്ടോ ചേച്ചിയോ ഏകദേശം ഒരു ദിവസം ഒരു 500 മുതൽ 800 രൂപ വരെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ KCBയുടെ പാർട്ണർഷിപ്പിൽ ആദ്യമായിട്ട് ഈ ചാർജിങ് സ്റ്റേഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ 2020-21 കാലഘട്ടത്തിൽ ദിവസം 500 മുതൽ 800 രൂപ ചിലവായിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോ ചേട്ടൻ പിന്നെ ദിവസം ചിലവാക്കുന്നത് 50 മുതൽ 80 രൂപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ബാക്കി ഈ പറയുന്ന ഒരു 500 മുതൽ 600 രൂപ അദ്ദേഹത്തിന് വീട്ടിൽ സ്പെൻഡ് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ മക്കളുടെ എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ഒരു പക്ഷേ ബെറ്റർ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എടുക്കാൻ പറ്റും. കേരളത്തിൽ ഹെൽത്ത് ഒരു പ്രധാനപ്പെട്ട കൺസിഡറേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ മക്കൾക്കൊരു വിദ്യാഭ്യാസം, അല്ലെ നല്ല ആഹാരം, എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ഒരു അഡീഷണൽ റവന്യൂ അല്ലെങ്കിൽ ചിലവായിക്കൊണ്ടിരുന്ന ഒരു പൈസയുടെ വലിയൊരു ശതമാനം, 90% അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ശരിക്കും സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ഞങ്ങൾ ഈ സ്ഥാപനം ആദ്യത്തെ 10 എണ്ണം പൈലറ്റ് ചെയ്തത് ഓട്ടോ ചേട്ടന്മാരുടെ ഇടയ്ക്ക് ഭയങ്കര സ്വീകാര്യതയായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ KCB ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം 1165 കേരളത്തിലെ പോസ്റ്റുകളിൽ എങ്ങോളം സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് അതിനുശേഷം കേരളത്തിന് പുറത്തും ഭാഗ്യവശാൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്കിങ്ങോട്ട് തന്നെ ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3600-ഓളം ചാർജിങ് സ്റ്റേഷൻസ് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ നെറ്റ്വർക്കിൽ ഇന്ത്യയിലുണ്ട്. പിന്നെ അത് കൂടാതെ നേപ്പാളിലെ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് ചാർജ് പോയിന്റ് ഓപ്പറേറ്ററും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മളാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 5ഓളം രാജ്യങ്ങളിൽ നമ്മൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം അതിൻ്റെ മാനേജ് ചെയ്യുന്ന ഈ പറഞ്ഞ 5 രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റുള്ള ഓഫീസിലുള്ള നമ്മുടെ പിള്ളേർ തന്നെയാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ട്. ഈ ഇലക്ട്രിക് വാഹന രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റങ്ങളെ എങ്ങനെയാണ് രാമനുണ്ണി കാണുന്നത്? ഇലക്ട്രിക് വാഹന രംഗം വളരെ ഫ്രാക്ഷണലാണ് ഇപ്പോഴും. ഐറ്റ് സേ സംവെയർ അറൗണ്ട് 2 to 3% ഓഫ് ടോട്ടൽ അഡോപ്ഷൻ അതാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മൊത്തം ഇലക്ട്രിക് വാഹന വിപണിയുടെ 2 to 3% ആണ് ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹന വിപണി എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 2030 ആകുമ്പോൾ ഏകദേശം 25 to 30% ആകും എന്നാണ് കാൽക്കുലേഷൻ. അതിന് ഇറ്റ്സെൽഫ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനം അനൗൺസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇറക്കാത്ത ഒരു വാഹന OEM പോലും ഇന്ന് ഇന്ത്യയിലില്ല. അതായത് ലാസ്റ്റ് വേർഡ് ടു ദ പോയിന്റ് മാരുതി പോലും വളരെ റീസെൻ്റ് ആയിട്ട് മറ്റേ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ, ഇപ്പം കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സ്റ്റാർട്ടപ്പ് മിഷനാണ് ഫുൾ സ്റ്റോളും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജെൻ റോബോട്ടിക്സ് ഉണ്ടായിരുന്നു, ആക്സി ഉണ്ടായിരുന്നു. അത് വലിയൊരു എക്സ്പോജറാണ് ശരിക്കും നമ്മളെപ്പോലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കംപ്ലീറ്റ് ബാനറിൽ ഭാരത് മൊബിലിറ്റി എക്സ്പോ പോലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഇവന്റിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെ ഒരു പ്രഗതി മൈതാനം മറ്റേ ഓട്ടോ എക്സ്പോ എന്ന് പറയുന്നതാണ് ഭാരത് മൊബിലിറ്റി എക്സ്പോ. അത് നടക്കുമ്പോൾ ലാംബോർഗിനീസും ഫെറാറീസും ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക. പക്ഷേ ഇപ്രാവശ്യം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ BYDയുടെ വണ്ടികളും മാരുതിയുടെ ഈ വിറ്റാര,
ഹ്യുണ്ടായിൻ്റെ ക്രെറ്റ. സാധാരണ ആൾക്കാർ ഇലക്ട്രിക് വാഹനത്തിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് വാഹന വിപണിയിലെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഞങ്ങൾ ഫ്രം വെൻ വി സ്റ്റാർട്ടഡ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പീരീഡിനെ വെച്ച് ആലോചിക്കുന്ന സമയത്ത് അതെ, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ജനകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ. അപ്പം നമുക്ക് ഈ ഒരു ചാർജിങ് സ്റ്റേഷനുകളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റം എങ്ങനെയായിരിക്കും വരുന്ന കാലത്ത്? ഈ ചാർജിങ് സ്റ്റേഷനിൽ മാത്രമല്ല, മൊത്തം ടെക്നോളജിക്കലി ഒരു ബേസ് ടെക്നോളജി ഓൺ ഹൗ വി ഓപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി മാറാണല്ലോ. അപ്പം ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ അടുത്തൊരു 4 മുതൽ 5 വർഷം കൊണ്ട് ഈ ഒരു ആപ്പ് ഇക്കോസിസ്റ്റം ഇല്ലാണ്ടാവും. അതായത് ബേസിക്കലി യു ഡോണ്ട് നീഡ് എ സ്പെസിഫിക് ആപ്പ് ടു ഡു എ സ്പെസിഫിക് തിങ്. പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാൻ പ്രത്യേകിച്ചൊരു ഇതിപ്പം നമ്മളൊരു ആപ്പ്, ഊബർ എന്ന് പറഞ്ഞൊരു ആപ്പ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? എനിക്ക് എ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് പോകണം, അപ്പോഴാണ് ഊബർ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒബ്ജക്റ്റീവ് എയിൽ നിന്ന് ബിയിലേക്ക് പോകാന്നുള്ളതാണ്. ഏത് ആപ്പ് ഉപയോഗിക്കുന്നുള്ളത് എൻ്റെ കൺസിഡറേഷൻ അല്ല ആക്ച്വൽ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആപ്പ്ലെസ് എൻവയോൺമെന്റ് വെരിൻ ഏജൻസിന് ആപ്പുകളുടെ സ്ഥാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വരാം. അന്നേരം നമ്മുടെ വാഹനങ്ങൾ സെൽഫ് ഡ്രൈവിംഗ് ആവുമെന്ന് പറയുന്ന പോലെ തന്നെ ചാർജേഴ്സ് കംപ്ലീറ്റ്ലി സെൽഫ് സസ്റ്റൈനിങ് ആവും. അതായത് ഒരു 15 മിനിറ്റിൽ ഫുൾ ചാർജ് ചെയ്ത് ഏകദേശം 600 കിലോമീറ്റർ പോകാൻ പറ്റുന്ന ഒരു സംഗതി ഒരു കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ട് വിത്തിൻ ഒരു 3 to 4 ഇയേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം ഇപ്പം കിയയുടെ EV6 എന്ന് പറയുന്ന വണ്ടി 15-20 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് നമുക്ക് ഏകദേശം 700 കിലോമീറ്റർ പോവാം. സോ ലോങ്ങർ ഡ്രൈവ്സ് വിൽ ബി പോസിബിൾ. നമുക്ക് ഇലക്ട്രിക് വാഹന രംഗത്തെ ഒരു വിപ്ലവത്തെ പറ്റിയിട്ട്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ചുരുങ്ങിയ രീതിയിലാണ് നമുക്ക് സമയം അത്ര അനുവദിച്ചിട്ടുള്ളൂ. ശ്രീ രാമനുണ്ണി ഇവിടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംരംഭമായ ചാർജ് മോഡിനെ പറ്റിയിട്ടും ഇവിടെ വിശദീകരിച്ചു. സോ നമുക്ക് ടൈം ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വെരി താങ്ക് യു. ഓക്കെ, താങ്ക് യു.